പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ടി കെ രജിത്ത്. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോവുക. അവയവക്കടത്തിലെ കണ്ണികൾ ആരൊക്കെ, എവിടെയൊക്കെ? നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പാലക്കാട് സ്വദേശിയെ അവയവക്കടത്തിനായി ഇറാനിൽ എത്തിച്ചെന്ന് പ്രതി സാബിത് നാസർ സമ്മതിച്ചുവെന്ന് പോലീസ്. ഡോണർമാർക്ക് 6 ലക്ഷം രൂപ വരെ നൽകും. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പിടിയിലായ തൃശൂർ സ്വദേശി സാബിത് നാസർ അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാത്രം 20 പേരെ സാബിത് ഇറാനിലേക്ക് കടത്തി. ഇതിൽ പാലക്കാട് സ്വദേശി ഷമീറും ഉൾപ്പെടുന്നു. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് സാബിത്തിന്റെ റിക്രൂട്ട്മെന്റ്. അവയവം നൽകുന്നവർക്ക് 6 ലക്ഷം രൂപ വരെ നൽകിയിരുന്നു. ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് യുവാക്കളെ ഇറാനിലേക്ക് എത്തിച്ചതായി സാബിത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അവയവക്കടത്ത് മാഫിയെ പിടിച്ചുകെട്ടണമെന്ന് IMA ആവശ്യപ്പെട്ടു. അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അവർ പലതരത്തിലുള്ള പലപ്പോഴും സാമൂഹികവും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലെ അത്തരം വിഭാഗങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ചില പ്രക്രിയകളിലൂടെയാണ് അവർ ഇത്തരം ആൾക്കാരെ ഒരു അവയവദാന പ്രക്രിയയിലേക്ക് തള്ളിവിടുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സാബിത്തിനെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇയാളുടെ കൂട്ടാളികളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. 24 കൊച്ചി. നെടുമ്പാശ്ശേരി അവയവക്കടത്തിനിരയായ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് 24-നോട്. ഷമീർ അവയവദാനം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയില്ല എന്നും പിതാവ് ബഷീർ 24-നോട് പറഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള ആള് എങ്ങനെയാ വീട്ടിൽ നിന്ന് പോകുന്നത് അതിന് കുറച്ച് പൈസയൊക്കെ അവൻ്റെ കയ്യിൽ വീട് കെട്ടാനുള്ളത് ഉണ്ടായിരുന്നു. അവനെ ഏൽപ്പിച്ച് അതൊക്കെ അതിൽ ആ പൈസേനൊക്കെ എന്തോ ചെയ്തെന്നറിയില്ല. ചോദിച്ച് എന്താ ചെയ്തു ചോദിച്ചപ്പോൾ അത് ഞാൻ ചെലവാക്കിയെന്ന് പറഞ്ഞു. ഒരു 2-3 കൊല്ലം മുമ്പൊക്കെ അങ്ങനെ പറഞ്ഞ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി. നിനക്ക് കല്യാണം കഴിക്കണ്ടേ, നിനക്ക് എന്ത് കടം, എനിക്കില്ലാത്ത കടം നിനക്ക് എന്താണൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് കടണ്ട്. എങ്ങനെ കടം എങ്ങനെ ആക്കി? ഷമീർ നേരത്തെയും അവയവദാനത്തിന് ശ്രമിച്ചിരുന്നുവെന്ന് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു. ഷമീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഷമീറിനെ കുറിച്ച് 6 മാസമായി വിവരമില്ല എന്നും മൻസൂർ പറഞ്ഞു. ഇദ്ദേഹം അവയവദാനത്തിന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് സൗത്ത് പോലീസ് അന്വേഷിച്ച് വന്നിട്ടുണ്ട്, പോലീസ് വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞത്. പിന്നെയാണ് ഇന്നലെ നെടുമ്പാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ബന്ധപ്പെടുകയും ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇത് അവയവദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ഇദ്ദേഹത്തെ ഇറാനിലേക്ക് കടത്തി എന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ബ്രാഞ്ചും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സാമ്പത്തികം പിന്നീട് നിൽക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ ഈ അവയവദാനം നടത്തിയിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം പല തലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ട് നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇരയായ ഷമീറിന് ഇതുമായി എങ്ങനെയാണ് ബന്ധമുണ്ടാവുന്നത്? ഷമീറിനെ കുറിച്ച് ബന്ധുക്കൾ, പിതാവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതുപോലെ സമീപവാസികളൊക്കെ പറയുന്നത് എന്താണ്? നിഖിൽ പ്രമേഷ്. ഷമീർ വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ടയാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് ലഭ്യമല്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രതി സാബിത്ത് കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് ഇതിന്റെ ഇരയാക്കപ്പെട്ടിട്ടുള്ള പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിന്റെ വിവരം പോലീസ് പുറത്തുവിടുന്നത്. ഞെട്ടലോടെയാണ് ഷമീറിന്റെ നാട് സത്യത്തിൽ ഈ വിവരം കേൾക്കുന്നത്. ഷമീറിനെ നാട് വിട്ട് വർഷങ്ങൾക്ക് മുൻപ് പോയതാണെന്നാണ് പിതാവ് ബഷീർ തന്നെ പറയുന്നത്. ഷമീറിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും തനിക്ക് അറിയില്ല എന്നാണ് പിതാവ് പറയുന്നത്. അതേസമയം ഷമീറിന് നേരത്തെയും ഈ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്ന് അവിടുത്തെ വാർഡ് കൗൺസിലർ മൻസൂർ വ്യക്തമാക്കുന്നുണ്ട്. ഷമീറിനെ കുറിച്ച് ഇപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. ഇദ്ദേഹത്തെയും അന്വേഷണ സംഘം ബന്ധപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവർ അറിയുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സാബിത് നാസർ പിടിയിലായതിന് പിന്നാലെ നെടുമ്പാശ്ശേരി പോലീസ് ഈ ഷമീറിന്റെ നാട്ടിലെത്തി പാലക്കാടെത്തി അന്വേഷണം നടത്തിയിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് ഷമീറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാനില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ട ആളാണ് ഷമീർ. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അറിയാവുന്ന വിവരങ്ങൾ പൂർണ്ണമായി പങ്കുവച്ചിട്ടുണ്ട്. ഇനി മറ്റ് വിവരങ്ങൾ പാലക്കാട്ട് നിന്ന് ലഭ്യമാകില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്ന കാര്യം. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. തിമിർത്ത് പെയ്ത് മഴ.
സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. നാളെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. മഴ 5 ദിവസം കൂടി തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മഴ പലയിടത്തും ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നത് നമ്മൾ പകൽ കണ്ടു. നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ജീപ്പിന് മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വയനാട് പനമരത്ത് വീടിന് മുകളിൽ മരം വീണു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇന്നലെ തുടങ്ങിയ മഴ ചെറിയ ഇടവേളകൾ എടുത്തതല്ലാതെ പൂർണ്ണമായി തോർന്നില്ല. മണ്ണ് കുതിർന്നതോടെ മരങ്ങൾ കടപുഴകി. ഇടുക്കി നെടുങ്കണ്ടത്ത് ജീപ്പിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ പാറത്തോട് സ്വദേശി പെരിയസ്വാമി, ഡ്രൈവർ പാറത്തോട് സ്വദേശി മാരിമുത്തു എന്നിവർക്ക് പരിക്കേറ്റു. പെരിയസ്വാമിയുടെ നില ഗുരുതരമാണ്. തൃശൂർ റൌണ്ടിൽ കാറിന് മുകളിലേക്ക് മരം വീണ് 4 പേർക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വയനാട് പനമരത്ത് വീടിന് മുകളിൽ മരം വീണു. അമ്മാനി, നഞ്ചനമൂല കോളനിയിൽ ബാലൻ, മഞ്ജു എന്നിവരുടെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. മലപ്പുറം താനൂർ എടക്കപ്പുറത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു. സമീപത്തെ വീട്ടുമുറ്റത്ത് ഇരുന്ന 2 ബൈക്കുകൾ തകർന്നു. ഒരാൾക്ക് പരുക്കേറ്റു. കൊച്ചി നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കുട്ടനാട് കൈനകരയിൽ വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതി നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകും എന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ മഴ കനത്തതോടെ അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നു. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാത്രാവിലക്കുണ്ട്. കോട്ടയത്ത്, പാല, ഈരാറ്റുപേട്ട, മുണ്ടക്കയം ഭാഗങ്ങളിലാണ് കനത്ത മഴ. കുമളിയിലും നെടുങ്കണ്ടത്തും ശക്തമായ മഴ ലഭിച്ചു. ജില്ലയിലെ മലയോര മേഖലയിലൂടെ രാത്രിയാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. 3 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ ദുരിതക്കയത്തിലായി തിരുവനന്തപുരം നഗരം. പ്രധാന വാണിജ്യ കേന്ദ്രമായ ചാലയിലെ മിക്ക റോഡുകളിലും വെള്ളക്കെട്ട്. സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം വെള്ളക്കെട്ടിനെക്കുറിച്ച് പ്രതികരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രൻ തയ്യാറായില്ല. വീട്ടിലേക്കുള്ള പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ തലസ്ഥാന നഗരത്തിലെ പ്രധാന കമ്പോളത്തിലെത്തിയ സാധാരണ മനുഷ്യരുടെ അവസ്ഥയാണിത്. ഒരൊറ്റ രാത്രി പെയ്ത മഴയിൽ ചാലയിലെ കുത്തുവാൾ തെരുവുൾപ്പെടെ പല റോഡുകളും വെള്ളക്കെട്ടിലായി. ഓടമൊന്നും പണിഞ്ഞിട്ടില്ല, അതാ നടക്കാൻ പറ്റണില്ല. എല്ലായിടവും വെള്ളം തന്നെ. ആറ്റിലുള്ള വെള്ളം ഓട വഴി കയറി ഇങ്ങനെ വന്നാണ് ഇതത്രയും നിറയുന്നത്. ചാലയിലെ വ്യാപാരികളാണ് കൂടുതൽ വലഞ്ഞത്. കടയ്ക്കുള്ളിൽ വെള്ളം കയറി സാധനങ്ങൾ നനഞ്ഞു. ഇവിടെ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കച്ചവടം പാടെ കുറഞ്ഞു. വെള്ളം പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് മുട്ടുവരെ വെള്ളമാണ്. ഇത് മഴയാണെന്ന് ഇത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് മുമ്പുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് ദുരിതത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാസം 6-8 ആയില്ലേ ഇതറിയ പൊളിച്ചിട്ടിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് വിഴുന്ന് തീരുന്നതിന് ശേഷം ഇവർ ശരിയാക്കോളാം. ചാലയിൽ മാത്രമല്ല, മുട്ടത്തറ, ആര്യൻകുഴി, വള്ളക്കടവ് ഭാഗങ്ങളിലും വെള്ളം കയറി. നഗരത്തിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മേയർ പ്രതികരിച്ചില്ല. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശിച്ചില്ല. സ്മാർട്ട് റോഡുകളുടെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ കോർപ്പറേഷൻ സെക്രട്ടറിയോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് ചാല. ആ ചാലയിലെ അവസ്ഥയാണിത്. മഴക്കാലത്തിന് മുൻപ് ഇവിടെയെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നാണക്കേടാണ്. സ്മാർട്ട് സിറ്റിയിലെ ജനങ്ങൾ പെരുവെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും ശ്രീജുനുമൊപ്പം ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പ്രതിക്ക് തൂക്കുകയർ തന്നെ. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്ന പ്രതി അമീറുൽ ഇസ്ലാമിന്റെ ആവശ്യവും ഹൈക്കോടതി തള്ളി. കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് കടുത്ത ശിക്ഷയെന്നും ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ,
എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച DNA സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വീടിന്റെ വാതിൽക്കട്ടിളയിൽ നിന്നും പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ തെളിവായി സ്വീകരിക്കാമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും സമൂഹത്തിനു വേണ്ടിയുള്ള നീതിയാണ് നടപ്പാക്കുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. പ്രതി ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നായിരുന്നു നിയമവിദ്യാർത്ഥിനിയുടെ അമ്മയുടെ പ്രതികരണം. അവൻ മരിച്ചു കാണാൻ ആ ഒരു ദിവസം കാത്തു നോക്കിയിരിക്കുന്നതാണ് ഞാൻ. കണ്ണിൽ എണ്ണീച്ച് എൻ്റെ മോൻ്റെ ജീവനെടുത്ത് അന്ന് തുടങ്ങി. അപ്പം അതുകൊണ്ട് എത്രയും വേഗം അവനെ കൊല്ലാവോ അത്രയും നന്നായിരിക്കും. അപ്പം ഇനി നാളെ നമുക്ക് ഒരു എല്ലാ പെണ്ണുങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഈ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റും. കോടതി വിധി കേൾക്കാൻ നിയമവിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരിയും കോടതിയിൽ എത്തിയിരുന്നു. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചതെന്നുമായിരുന്നു പ്രതിയുടെ അപ്പീലിലെ വാദം. 2016 ഏപ്രിൽ 28-നാണ് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത്. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത്. ശാസ്ത്രീയ തെളിവുകൾ വിശ്വാസയോഗ്യമെന്നും ഹൈക്കോടതി വിലയിരുത്തുന്നു. അതായത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും പ്രതിഭാഗത്തിന് പ്രതീക്ഷ വേണ്ടെന്ന സാരം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചത് പോലീസിന് വലിയ നേട്ടമായി. തുടക്കം മുതൽ ഒട്ടേറെ വിമർശനം കേട്ട കേസിലാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശേഖരിച്ച തെളിവുകൾ സഹായകരമായത്. വിധിക്കെതിരെ പ്രതിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കും. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ ദൃക്സാക്ഷിയില്ലാതിരുന്നിട്ടും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതടച്ചത് ശാസ്ത്രീയ തെളിവുകളാണ്. അന്വേഷണ സംഘത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ അഭിനന്ദിച്ചു. വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത്. പോലീസിന് ആത്മവിശ്വാസം നൽകുന്ന വിധിയെന്ന് കേസ് അന്വേഷിച്ച SP S ശശിധരൻ. പോലീസ് സേനയ്ക്കാകെയുള്ള ഒരു അഭിമാനത്തോടെ നോക്കാനാവുന്ന ഒരു വിധിയാണ്. ബഹുമാനപ്പെട്ട കോടതി അത് കണ്ടിരിക്കുന്നു. ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിച്ചാണ് കേസന്വേഷണം പൂർത്തിയാക്കിയതെന്ന് മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന മുൻ DGP B സന്ധ്യ. ആദ്യഘട്ടത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം പ്രതി ആരാണെന്ന് യാതൊരു തരത്തിലുള്ള ക്ലൂ ഇല്ല. അതിന് ഏറ്റവും വലിയ വെല്ലുവിളി. അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചതിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ BA ആളൂർ പ്രതികരിച്ചു. ഇനി ഇതിലുള്ള എല്ലാ പഴുതുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പറയുന്ന പരിഗണനയ്ക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 24 കൊച്ചി. അപ്രതീക്ഷിത വിടവാങ്ങലിൽ നടുക്കം. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കണ്ടെടുത്തു. സംസ്കാരം നാളെ തബ്രിസ് നഗരത്തിൽ എന്നാണ് സൂചന. അപകടത്തിൽ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ 8 പേർ കൂടി മരിച്ചു. ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ഇറാന്റെ പുതിയ പ്രസിഡന്റായി മെഹ്മൂദ് മെക്കാബർ ചുമതലയേറ്റു. ഇബ്രാഹിം റൈസിയുടെയും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാൻ ഉൾപ്പെടെയുള്ളവരുടെയും മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കനത്ത മഞ്ഞും തണുപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായി ഇസ്ലാമിക് റിപ്പബ്ലിക് റെഡ് ക്രസന്റ് മേധാവി പിർ ഹൊസൈൻ കൊലിവാന്ത് അറിയിച്ചു. IRCS പ്രവർത്തകരും സൈന്യവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്തസാക്ഷികളെ അടക്കം ചെയ്ത കിഴക്കൻ അസർബൈജാനിലെ ടബ്രിസിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. ഇറാനും അസർബൈജാനും സംയുക്തമായി നിർമ്മിച്ച 3ാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന അമേരിക്കൻ നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്റർ തകർന്നത്. വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാൻ, കിഴക്കേ അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മത്തി, രാഷ്ട്രപതിയുടെ സുരക്ഷാ സേനാ മേധാവി, പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനെയിയുടെ പ്രതിനിധി എന്നിവരാണ് പ്രസിഡന്റിനൊപ്പം കൊല്ലപ്പെട്ടത്. ഇറാന്റെ പുതിയ പ്രസിഡന്റായി വൈസ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് മൊഖാബർ ചുമതലയേറ്റു. അലി ബഖേരി കാനിയാണ് വിദേശകാര്യമന്ത്രി. പ്രസിഡന്റിന്റെ വിയോഗത്തെ തുടർന്ന് പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി രാജ്യത്ത് 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സങ്കീർണമായിരുന്ന ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കാൻ ഭരണാധികാരി എന്ന നിലയിൽ ഇബ്രാഹിം റൈസിക്ക് സാധിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെ സാധ്യമായ എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉറപ്പാക്കി.
ഇറാന്റെ നിലപാടുകളെ അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും ഇന്ത്യ തള്ളിയിട്ടുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രയേലിനെ തള്ളിപ്പറയാതിരുന്നതും ഇറാൻ അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര ബന്ധത്തെ ഉലച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിന് പ്രധാന കാരണം ഭരണാധികാരി എന്ന നിലയിൽ റെയ്സിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകളാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഷാഹിദ് ബെഹഷ്തി തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും മെയ് 13 കരാറിലേർപ്പെട്ടു. ആദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത്. പാകിസ്ഥാനിൽ ചൈനയുടെ ചിലവിൽ നിർമ്മിച്ച ഗ്വാദർ തുറമുഖത്ത് നിന്ന് 200 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ചബഹാർ തുറമുഖത്ത് വൻ വികസന സാധ്യതകളാണ് ഇന്ത്യ തുറന്നുവച്ചിരിക്കുന്നത്. അതിനെ ഇബ്രാഹിം റൈസി പിന്തുണയ്ക്കുകയും ചെയ്തു. ചബഹാർ പൂർണ്ണമായും പ്രവർത്തനസജ്ജമാകുന്നതോടെ ഇന്ത്യയിലേക്കുള്ള പഞ്ചസാര, അരി എന്നിവയുടെ ഇറക്കുമതി എളുപ്പത്തിലാകും. എണ്ണ ഇറക്കുമതി ചെലവിലും കാര്യമായ കുറവുണ്ടാകും. 24 ഡൽഹി. 5ാം ഘട്ടം വിധിയെഴുതി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലും കാര്യമായ പോളിംഗ് ഇല്ല. 58% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പോളിംഗ് കുറഞ്ഞതിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. പഞ്ചാബിൽ പോളിംഗിനിടെ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലി അടക്കം മുംബൈ മഹാനഗരത്തിലെ 6 മണ്ഡലങ്ങളിലും ജനം വിധിയെഴുതി. പക്ഷേ കനത്ത പോളിംഗ് എങ്ങുമില്ല. പ്രതിപക്ഷം പ്രചാരണത്തിൽ പുറകോട്ടു പോയതാണ് പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണമെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വോട്ടിംഗിനിടെ സ്ഥിതി വിലയിരുത്താൻ JP നദ്ദയുടെ അധ്യക്ഷതയിൽ BJP ഡൽഹിയിൽ യോഗം ചേർന്നു. ജനത്തെക്കുറിച്ച് ചിന്തിക്കാതെ മോദി സർക്കാർ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പശ്ചിമബംഗാളിൽ പോളിംഗിനിടെ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പലയിടത്തും തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. മഹാരാഷ്ട്രയിലും പോളിംഗ് ശതമാനത്തിൽ വൻ ഇടിവുണ്ടായി. പോളിംഗിനെ വേഗം കുറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി ഉദ്ധവ് താക്കറെ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ആവശ്യപ്പെട്ടു. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് മഹാരാഷ്ട്രയടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് നടന്നത്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് ഇതടക്കം പല കാരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുണ്ടാകും. പക്ഷേ ഈ കുറഞ്ഞ പോളിംഗ് ആരെ തുണയ്ക്കുമെന്നറിയാൻ ഫലം വരും വരെ കാത്തിരിക്കേണ്ടി വരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും അടക്കം ബോളിവുഡിൽ നിന്നുള്ള നിരവധി സെലിബ്രിറ്റി വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അംബാനി കുടുംബവും സച്ചിൻ ടെണ്ടുൽക്കറും അടക്കമുള്ള പ്രമുഖരുടെ വോട്ടും മുംബൈയിലായിരുന്നു. നാസിക്കിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടിംഗ് മെഷീനിൽ മാലയിട്ടതും കൗതുക കാഴ്ചയായി. മുംബൈയിൽ എക്കാലവും പോളിംഗ് ശതമാനം 50 കടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതാണ് പതിവ്. ഇത്തവണ ആദ്യ മണിക്കൂറിലെ കാഴ്ചയും വ്യത്യസ്തമായിരുന്നില്ല. മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലമാണ് താരവോട്ടർമാരാൽ ശ്രദ്ധേയമായത്. വോട്ടിംഗ് തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ നടി ജാൻവി കപൂർ ബാന്ദ്ര സെന്റ് ആൻസ് സ്കൂളിൽ വോട്ട് ചെയ്തു. പിന്നാലെ अक्षय कुमारुम सुनील शेट्टियुम वोट रेखപ്പെടുത്തി. सरवाना बाहर येऊन सबको बाहर आके वोट करना बहुत ज़रूरी है. मुंबई ने कभी 50% 60% से ऊपर वोट किया नहीं है. तो आई थिंक कहीं ना कहीं हमको वो जिम्मेदारी पूरी निभानी चाहिए. ഗാനരചയിതാവ് ഗുൽസാർ, നടൻ ഇമ്രാൻ ഹാഷ്മി, രൺബീർ കപൂർ എന്നിവർക്കും ഇതേ സ്കൂളിലായിരുന്നു വോട്ട്. ബാന്ദ്രയിലെ മറ്റൊരു സ്കൂളിലാണ് സൂപ്പർ താരങ്ങളായ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നിവർ വോട്ട് ചെയ്തത്. മകൻ അർജുനോടൊപ്പമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എത്തിയത്. ദക്ഷിണ മുംബൈയിൽ അംബാനി കുടുംബവും ഒരുമിച്ചെത്തി വോട്ട് ചെയ്തു. ജയാ ബച്ചനും അമിതാഭ് ബച്ചനും ഐശ്വര്യ റായും ജുഹുവിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിക്കുന്നതായി RBI ഗവർണർ ശക്തികാന്ത ദാസ് വോട്ട് ചെയ്ത ശേഷം മുംബൈയിൽ പറഞ്ഞു. അതിനിടെ 2 പേർ വളർത്തുപട്ടികളെയും എടുത്ത് വോട്ട് ചെയ്യാനെത്തിയത് കൗതുക കാഴ്ചയായി. They are like our kids only and they also needed to go and see how election process works, so we decided to bring them along. Absolutely as peaceful as what they are right now, they were inside also as peaceful only. നാസിക്കിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശാന്തിഗിരി മഹാരാജാണ് വോട്ടിംഗ് മെഷീനിൽ പൂമാലയിട്ടത്. 24 മുംബൈ. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചതിനെ ന്യായീകരിച്ച് CPIM നേതാവ് P. ജയരാജൻ. ചരിത്ര സംഭവങ്ങളെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകോൽ വെച്ച് വിലയിരുത്താൻ കഴിയില്ല. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി RSSും സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരുമെന്നും P. ജയരാജൻ വ്യക്തമാക്കി.
2015 ജൂൺ 6-നാണ് CPM പ്രവർത്തകരായിരുന്ന ഷൈജുവും സുബീഷും കൊല്ലപ്പെട്ടത്. ഇരുവരുടെയും പേരിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകം ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. വിഷയത്തിലെ വിവാദങ്ങളെ തള്ളിയാണ് P. ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചത്. രക്തസാക്ഷികളെന്നും രക്തസാക്ഷികൾ തന്നെ. ഇരുവരുടെയും പ്രതിരോധത്തിനിടെയുള്ള ജീവർപ്പണം. രക്തസാക്ഷികളെ സാമൂഹ്യ വിരുദ്ധരും അക്രമികളുമായി താറടിച്ചു കാണിക്കാൻ ശ്രമം നടക്കുന്നു. RSSനെതിരെ കേരളത്തിലെമ്പാടും ജനകീയ പ്രതിരോധങ്ങളുണ്ടായിട്ടുണ്ട്. ഇവയെ CPM ആക്രമണങ്ങളായാണ് മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചത്. ചരിത്രത്തിന്റെ ഭാഗമായ സംഭവങ്ങളെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകോൽ ഉപയോഗിച്ച് വിലയിരുത്താനാവില്ലെന്നും P. ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലേത് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ദിലീഷിനെയും പ്രദീപിനെയും RSS ബലിദാനികളായി കൊണ്ടാടുന്നു. ഷൈജു സുബീഷ് രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരുമെന്നും CPM സംസ്ഥാന സമിതി അംഗമായ P. ജയരാജൻ വ്യക്തമാക്കി. രക്തസാക്ഷി സ്മാരക വിവാദത്തിൽ ആദ്യമായാണ് ഒരു CPIM നേതാവ് വിശദമായ പ്രതികരണം പങ്കുവെക്കുന്നത്. 24 കണ്ണൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തി. തെറ്റ് ചെയ്തിട്ടില്ല, കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാണ് നാവിൽ ശസ്ത്രക്രിയ ചെയ്തത്. ശസ്ത്രക്രിയ ചെയ്ത കാര്യം കുട്ടിയുടെ കുടുംബത്തെ അറിയിക്കാത്തത് തെറ്റായിപ്പോയെന്നും ഡോക്ടർ മൊഴി നൽകി. 2 ദിവസത്തിനകം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ DMOയോട് അന്വേഷണ സംഘം ആവശ്യപ്പെടും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി മെഡിക്കൽ കോളേജ് ACP KE പ്രേമചന്ദ്രൻ രേഖപ്പെടുത്തിയത്. തെറ്റ് ചെയ്തിട്ടില്ല, നാവിലെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിച്ചില്ല, അത് തെറ്റായിപ്പോയി. പക്ഷേ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ഡോക്ടർ മൊഴി നൽകി. അതേസമയം കമ്പി മാറ്റിയിട്ട് ശസ്ത്രക്രിയ നടത്തിയെന്ന പരാതിയിൽ പരാതിക്കാരനായ അജിത്തിന്റെയും മാതാവിന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുള്ള അന്വേഷണവും വരും ദിവസങ്ങളിൽ നടക്കും. 24 കോഴിക്കോട്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. വേങ്ങൂർ പഞ്ചായത്തിലെ 11ാം വാർഡിൽ താമസിക്കുന്ന കാർത്തിയായനിയാണ് മരിച്ചത്. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഇടുക്കി സ്വദേശിയും മരിച്ചു. മഞ്ഞപ്പിത്തം പടരുന്ന വേങ്ങൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ചൂരത്തോട് കരിയാമ്പുറത്ത് വീട്ടിൽ കാർത്തിയായനിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 3ആയി. വേങ്ങൂരിൽ ഇതുവരെ 217 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് വെസ്റ്റ് നൈൽ ബാധിച്ചു മരിച്ചത്. കോഴിക്കോട്ട് വെച്ചാണ് വിജയകുമാറിന് വെസ്റ്റ് നൈൽ ബാധിച്ചത്. വൃക്കമാറ്റിവെക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിജയകുമാർ കോഴിക്കോടെത്തിയത്. വെസ്റ്റ് നൈൽ ബാധയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രോഗം കുറഞ്ഞതോടെ ഇടുക്കിയിൽ തിരിച്ചെത്തിയെങ്കിലും വീണ്ടും സ്ഥിതി ഗുരുതരമായി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. പകർച്ചവ്യാധി സാധ്യതയുള്ളതിനാൽ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുള്ളതിനാൽ ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കും. 12:05-നാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. 166 തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത്. വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. ആകെ 498 ഹാജിമാരാണ് ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് യാത്രയാകുന്നത്. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ആദ്യ സംഘം പുറപ്പെടുന്നത്. രാത്രി 12:05-നാണ് ആദ്യ സംഘം കരിപ്പൂരിൽ നിന്നും യാത്ര തിരിക്കുക. സൗദി സമയം 3:50-നായിരിക്കും ഈ വിമാനം ജിദ്ദയിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലാ കളക്ടറാണ് ഈ ഹജ്ജ് ഹൗസിൽ വെച്ച് യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. മുഹമ്മദ് ഫൈസിയും ഈ ചടങ്ങിൻ്റെ ഭാഗമായി എത്തിയിരുന്നു. ജൂൺ 9 വരെയാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് തുടരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണ 17,883 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നത് എന്നുള്ളതാണ്. കരിപ്പൂരിൽ നിന്ന് 10,430 പേർ, കൊച്ചിയിൽ നിന്ന് 4,273 പേർ, കണ്ണൂരിൽ നിന്ന് 3,135 പേർ. ഇതിന് പുറമെ ചെന്നൈ, മുംബൈ, ബംഗളൂരു എന്നിവരിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് മലയാളികൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനൊരു അവസരം ലഭിച്ച അള്ളാഹുവിനെ സർവ്വസ്തുതിയും. അള്ളാഹുവിൻ്റെ തൗഫീഖാണ് ഹജ്ജിനൊക്കെ കിട്ടുന്ന ഭാഗ്യം. അള്ളാഹുവിൻ്റെ യാത്ര വളരെ എളുപ്പമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യ ഹജ്ജ് കർമ്മമാണ് ചെയ്തത്. ആദ്യ ഹജ്ജ് കർമ്മമാണ്.
ഒരു വിമാനത്തിൽ 166 പേരാണ് ഉണ്ടാവുക. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഹജ്ജിനായി പ്രത്യേകമായിട്ടുള്ള ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ ഹജ്ജിനായി പ്രത്യേക സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മെയ് 26 കൊച്ചിയിൽ നിന്നും സമാനമായ രീതിയിൽ ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടും. ജൂൺ 1 കണ്ണൂരിൽ നിന്നും ഹജ്ജ് യാത്രക്കാർക്കുള്ള യാത്ര ആരംഭിക്കുമെന്നുള്ളതാണ്. ജൂലൈ 1 മുതലാണ് ഈ മടക്കയാത്ര ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹജ്ജ് യാത്രികർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് എയർപോർട്ട് ഡയറക്ടർ ഇൻചാർജ് SV രാജേഷ്. ദിവസം 3 വിമാന സർവീസുകളാണ് ഹജ്ജ് യാത്രക്കാർക്കായുള്ളത്. 166 യാത്രക്കാരാണ് ഒരു വിമാനത്തിൽ ഉണ്ടാവുക എന്നും SV രാജേഷ് 24-നോട് പറഞ്ഞു. നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ പോരായ്മകളും വിഷമങ്ങളൊക്കെ ഈ വർഷം അകറ്റിയെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ വർഷം അതേമാതിരി സുഖകരമായിട്ട് പോയി വരുന്നതാണ് നമ്മുടെ വിശ്വാസം. ഡെയിലി 3 വിമാനങ്ങളാണ്. രാവിലെ പുലർച്ചയ്ക്ക് 12:05 ഫസ്റ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് രാവിലെ 8 മണിക്കുണ്ട്, പിന്നെ വൈകുന്നേരമുണ്ട്. ഒരു ഫ്ലൈറ്റ് 166, അതിലും ഭൂരിപക്ഷം സ്ത്രീകളുമുണ്ട്. പിന്നെ വീൽചെയർ വേണ്ട പിൽഗ്രിംസിന് അതിൻ്റെതായിട്ടുള്ള ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. എയർലൈൻ കമ്പനീനെ ചെയ്തിട്ട് പിന്നെ എയർപോർട്ടിലത്തെ നമ്മൾ മെഡിക്കൽ ടീമും എല്ലാം റെഡിയാണ് ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടി. ഛത്തീസ്ഗഡിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് 19 മരണം, 4 പേർക്ക് പരിക്കേറ്റു. ബീഡി ഇലകൾ ശേഖരിച്ച് മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ഛത്തീസ്ഗഡിലെ കവാർദ ജില്ലയിലാണ് അപകടം. പിക്കപ്പ് ട്രക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് 20 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. മഹാപാനി ഗ്രാമത്തിന് സമീപം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ബൈഗയിൽ നിന്നും ബീഡി ഇലകൾ ശേഖരിച്ചു മടങ്ങുകയായിരുന്ന ആദിവാസികളാണ് അപകടത്തിൽപ്പെട്ടത്. 13 പേർ സംഭവ സ്ഥലത്ത് വെച്ചും 6 പേർ ആശുപത്രിയിലുമാണ് മരിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. 24 ഡൽഹി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പത്തനംതിട്ട പഴകുളത്ത് KIP കനാലിൽ നിന്ന് വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മണിയമ്മയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ടതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രക്തസാമ്പിൾ പരിശോധിക്കാൻ പോലീസ് ഉന്നതതല യോഗത്തിൽ തീരുമാനം. പ്രതിയായ രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 27 മാറ്റി. അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി തള്ളി. ഡൽഹി കരോൾബാഗിൽ വസ്ത്രവ്യാപാരശാലയിൽ വൻ തീപിടുത്തമുണ്ടായി. 4 നില കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാ സേനയുടെ 15 യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ പുനർനിർണ്ണയിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂടും. വാർഡ് വിഭജനത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ സമിതി രൂപീകരിക്കും. മഴ നനയാതിരിക്കാൻ കടത്തിണ്ണയിൽ കയറി നിന്ന യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് ദാരുണമായ സംഭവമുണ്ടായത്. പുതിയോട്ടിൽ മുഹമ്മദ് റിജാസാണ് മരിച്ചത്. കേടുവന്ന സർവീസ് വയർ മാറ്റാൻ KSEB അധികൃതർ വൈകിയതാണ് അപകടത്തിന് കാരണമെന്ന് ആരോപണം. എന്നിട്ട് എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഷോക്ക് അടിച്ചു. എനിക്ക് പിന്നെ അവനെ പൊന്തിക്കാനൊന്നും പവർ കിട്ടുന്നില്ല. ഞാനെന്തോ കുഴഞ്ഞു പോയതുപോലായി. അവന് കഴിയുമ്പോൾ ഞാൻ CPR കൊടുത്തു. മുഹമ്മദ് റിജാസിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല സംഭവം നേരിട്ട് കണ്ട സഹോദരൻ മുഹമ്മദ് റാഫിക്ക്. രക്ഷിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി. ഇതിനിടെ മുഹമ്മദ് റാഫിക്കും ഷോക്കേറ്റു. ഒടുവിൽ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും 18 വയസ്സുകാരൻ റിജാസിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മരണത്തിന് ഉത്തരവാദി KSEB എന്ന് ബന്ധുക്കൾ. അനാസ്ഥ കൊണ്ടല്ല എൻ്റെ അനിയനിങ്ങനെ സംഭവിച്ചത്. ഇതേപോലെ എത്ര ആൾക്ക് സംഭവിക്കുമോ? ഒരു ശമ്പളം വാങ്ങി വെറുതെ ഇരിക്കുക. ഒരു KSEB-ലേക്ക് വിളിച്ചാൽ ഫോണും എടുക്കൂല. അവർ വയർ കട്ട് ചെയ്ത് പോയി. ഇതിപ്പോ മരണം സംഭവിച്ച് നടന്നതിന് ശേഷം ഇവിടെ വയർ വന്ന് കട്ട് ചെയ്ത് കണ്ട് പോയി. അതല്ലല്ലോ ചെയ്യേണ്ടത്. സർവീസ് വയറിന് ലീക്കുണ്ടായ കാര്യം KSEB അറിയിച്ചിരുന്നുവെന്ന് കടയുടമ മുഹമ്മദ് ഹാജി. ഇന്നലെ 11 മണിക്ക് KSEB-ന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് മീറ്റർ ഇതൊക്കെ പോയി കൺസ്യൂമർ നമ്പറൊക്കെ അടക്കം എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആളെ ഉടനെ വിടട്ടോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എന്നാൽ രാത്രി വരെ അവർ എത്തിയിട്ടില്ല. വീഴ്ചയുണ്ടായാൽ നടപടിയെന്ന് വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി. വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയിട്ടുണ്ടായെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നതായിരിക്കും. അതുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഡെപ്യൂട്ടി സിനെ കൊണ്ട് എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും
അപാകത ഉണ്ടെങ്കിൽ KCBയുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാം. അന്വേഷണത്തിന്റെ ഭാഗമായി KCB ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോവൂർ KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്നലെ KCB നടത്തിയ പരിശോധനയിൽ വൈദ്യുത ലൈന് തകരാറില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോഴും വൈദ്യുത ലൈനിൽ തട്ടി നിൽക്കുന്ന ഈ മരച്ചില്ലകൾ എല്ലാത്തിനും സാക്ഷിയാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കോപ്പ അമേരിക്കയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ച് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 29-അംഗ സാധ്യതാ സ്ക്വാഡിനെ സൂപ്പർ താരം മെസ്സി നയിക്കും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൗലോ ഡിബാല ഉൾപ്പെടെ ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന 4 താരങ്ങളെ മാനേജ്മെന്റ് തഴഞ്ഞു. ഏഞ്ചൽ ഡി മരിയ, എമിലിയാനോ മാർട്ടിനസ്, ഹൂലിയൻ അൽവാരസ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുവതാരം ഗെർനാച്ചോ അലജൻട്രോവും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ജൂൺ 21-നാണ് കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികൾ. വയനാട് വാഗേരി പാപ്ലശ്ശേരിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടുകൊമ്പന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മതിലിന് അടുത്തെത്തിയ കൊമ്പന് നാട്ടുകാർ ചക്ക നൽകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായുള്ള പ്രദേശമാണിത്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ കാലത്താണ് ഇങ്ങനെയൊരു സ്നേഹക്കാഴ്ച. ആ ദൃശ്യങ്ങൾ കാണാം. ഇനി ആ ദൃശ്യങ്ങളോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം അവസാനിക്കുകയാണ്. ആ ദൃശ്യങ്ങൾക്ക് ശേഷം 100 ന്യൂസുമായി പ്രേക്ഷകർക്കൊപ്പം കീർത്തന കേശവനെത്തും. നമസ്കാരം. എടുത്തില്ലേ? പൊന്നു അപ്പൊ ആനക്കൊമ്പ് വേണോ? വെറുതെ തരാം. പിന്നെ എന്താ ഉള്ളേന്ന് പോണാതണ്ടി ചേട്ടാ, ഇവിടെ കുടിക്കോ? ചെമ്പരത്തിൻ ചക്കൊക്കെ തരാം. അവിടെ ഒന്നും ഇല്ല. അതിലും വിളിച്ച് താഴെ വരുന്നു. കൊമ്പേ തുറ.